നമസ്കാരം. 2025-ൽ നിങ്ങളൊരു വീട് നിർമ്മിക്കുകയോ, അല്ലെങ്കിൽ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് പ്രയോജനപ്രദമായ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നു. ഒന്നാമതായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വീട് പണി നമുക്കാവശ്യമായ ഒരു ബഡ്ജറ്റ്. പലരും ചിന്തിക്കുന്ന കാര്യമാണ് നമുക്ക് എത്ര രൂപയ്ക്ക് ഒരു വീട് പണിയാമെന്നുള്ളത്. അത് സ്ക്വയർ ഫീറ്റ് എത്രയാണെന്നോ, അല്ലെങ്കിൽ അതിൻ്റെ പ്ലാൻ എത്രയാണെന്നോ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു ബഡ്ജറ്റിനെ പറ്റിയാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അതൊരു ശരിയായ കാര്യം തന്നെയാണ്. നമ്മുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് അറിഞ്ഞിട്ടായിരിക്കണം നമ്മളത് എത്ര സ്ക്വയർ ഫീറ്റിലേക്ക് ചെയ്യണം എന്ന് നമ്മളൊരു പ്ലാനിങ്ങിലേക്ക് പോകാനായിട്ട്. അതിനനുസരിച്ച് നമ്മളൊരു എഞ്ചിനീയറെയോ ആർക്കിടെക്റ്റിനെ കണ്ട് നമ്മളൊരു പ്ലാൻ വരപ്പിക്കുന്നതായിരിക്കും ഉത്തമം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആ പ്ലാനിൻ്റെ കാര്യങ്ങൾ തീരുമാനമായി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണം. പഞ്ചായത്താണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും ഏത് തരത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണെങ്കിലും നമ്മളൊരു ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണം. പെർമിറ്റ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് വീട് നിർമ്മാണം സാധ്യമാവുള്ളൂ. അതൊരു പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം. പിന്നീട് നമുക്ക് ആ ബഡ്ജറ്റിനനുസരിച്ച് പ്ലാൻ വരച്ച് ആ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തതിന് ശേഷം നമ്മളൊരു കോൺട്രാക്ടറെ കണ്ടുപിടിക്കുകയാണ്. നമുക്ക് ഒന്നുകിൽ ലേബർ കോൺട്രാക്റ്റായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വിത്ത് മെറ്റീരിയൽ അടക്കം മൊത്തം വർക്കായിട്ടൊരു കോൺട്രാക്ട് വർക്കായിട്ട് കൊടുക്കാം. ഇനി അതല്ല, നമ്മൾ ഡയറക്റ്റ് ലേബറെ തച്ചിന് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധനങ്ങൾ ഇറക്കി കൊടുത്തിട്ടോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ആ വീട് പണി തീർക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ മുൻപ് പല വീഡിയോയിലായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഏതാണ് ഇതിനകത്ത് ബെറ്റർ? ഓരോന്നിനും അതിൻ്റേതായ ഗുണവും ദോഷങ്ങളും ഉണ്ട്. ഇപ്പോൾ ലേബർ കോൺട്രാക്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഫുൾ വർക്കായിട്ട് കോൺട്രാക്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. നമുക്ക് സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ നമ്മൾ സ്ഥലത്തുണ്ട്, അല്ലെങ്കിൽ നമുക്കതിന് സമയമുണ്ടെങ്കിൽ നമുക്ക് ലേബർ കോൺട്രാക്ട് ചെയ്യാം. ഇനി നമ്മൾ സ്ഥലത്തില്ലാത്തവരോ, അല്ലെങ്കിൽ നമുക്കതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്തവരോ ആണെങ്കിൽ വിത്ത് മെറ്റീരിയൽ അടക്കം മൊത്തം വർക്കായിട്ട് കൊടുക്കാം. ഇനിയും കുറച്ചും കൂടി അതിനെപ്പറ്റി ഡീപ്പായിട്ട് അറിയുന്ന ആൾക്കാരോ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്ന നിലയിലുള്ളവരൊക്കെ ആണെങ്കിൽ, കുറഞ്ഞ ബഡ്ജറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ, നമുക്ക് സാധനങ്ങൾ എടുത്തു കൊടുത്ത് ഘട്ടം ഘട്ടങ്ങളായിട്ട് പല ഘട്ടങ്ങളായിട്ട് ഇപ്പോൾ ഫൗണ്ടേഷൻ ചെയ്യുക, ഇനി ഷെയ്ഡ് വാർക്കുക, റൂഫ് വാർക്കുക, അങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് ഓരോ സ്റ്റേജായിട്ട് നമുക്ക് സ്വന്തമായിട്ട് വർക്കുകൾ ചെയ്യിപ്പിക്കാനും പറ്റും. പക്ഷേ അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഈ 3 രീതികൾക്കുണ്ട്. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ഈ സമയത്ത് പലരും വരുന്ന മറ്റൊരു കൺഫ്യൂഷനാണ്, നമ്മൾ പല രീതിയിലുള്ള മെറ്റീരിയൽസ് ഇന്ന് അവൈലബിൾ ആണ്. ഉദാഹരണമായിട്ട് ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ മേസൺറി വർക്ക്, അതിൻ്റെ ചിമുര് കെട്ടുന്നതിനാവശ്യമായിട്ടുള്ള ബ്രിക്ക്, ഇപ്പം റെഡ് ബ്രിക്ക് ഉണ്ട്, ചെങ്കല്ലുണ്ട്, സിമെൻറ്റ് കട്ടയുണ്ട്, ഇനി മഡ് ബ്രിക്ക് പോലെയുള്ള മെറ്റീരിയൽസ് ഉണ്ട്, ഇനി AAC ബ്ലോക്ക് ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള മെറ്റീരിയൽ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ പലരുടെയും സംശയം, ഇനി ഇതിനകത്ത് ഏതാണ് ബെറ്റർ, ഏതാണ് ഉപയോഗിക്കേണ്ടത് എന്ന് സംശയം വരാറുണ്ട്. ഇനി അതുപോലെ ഡോർസ് വിൻഡോസ് ഒക്കെ പണിയാനാണെങ്കിൽ നമുക്ക് മരത്തിൽ ചെയ്യാം. ഇനിയും അലൂമിനിയം ഉണ്ട്, അല്ലെങ്കിൽ WPC എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ട്, സ്റ്റീൽ വിൻഡോസും ഡോർസും ഉണ്ട്, അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടുള്ള ഡോർസ് വിൻഡോസും ഉണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള മെറ്റീരിയലുകളുണ്ട്. അപ്പോൾ അതിലും സംശയമാണ്, ഇതിനകത്ത് ഏതാണ് ബെറ്റർ, ഏത് രീതിയിൽ പോയാൽ ചിലവ് കുറയ്ക്കാം, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമുക്ക് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ഉള്ളത്, അതിനെപ്പറ്റിയും പലർക്കും സംശയമുണ്ട്. പിന്നെ അതുപോലുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോൾ പുതിയ രീതിയിലുള്ള ഡിസൈൻ വർക്കുകൾ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഓപ്പൺ കിച്ചൺ. ഇപ്പോൾ പലരുടെയും പുതിയൊരു കൺസെപ്റ്റാണ് നമ്മുടെ കിച്ചണുകളെല്ലാം ഓപ്പൺ ആയിട്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഒരു ഹാഫ് വോളായിട്ട് ചെയ്തിട്ട് മുകളിലേക്ക് ഹാങ്ങിങ് ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഡൈനിങ്ങിൽ നിന്ന് തന്നെ നേരെ നമുക്ക് ആക്സസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഓപ്പൺ കിച്ചണുകൾ. പിന്നുള്ളൊരു കൺസെപ്റ്റാണ് കോർട്ട്യാർഡ്. നമ്മൾ ലിവിങ് റൂമിൽ നിന്നോ ഡൈനിങ്ങിൽ നിന്നോ പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു കോർട്ട്യാർഡ് ചെയ്യുക. അതും ഒരു പുതിയൊരു കൺസെപ്റ്റാണ്. പിന്നെ അതുപോലെ ഒരുപാട് എലിവേഷനിൽ മോഡേൺ ആയിട്ടുള്ള കണ്ടംപററി സ്റ്റൈല്, അല്ലെങ്കിൽ കൊളോണിയൽ സ്റ്റൈല്, അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റൈൽ, അങ്ങനെ പല രീതിയിൽ അതിനെ മിക്സ് ചെയ്തിട്ടൊക്കെ ഒരുപാട് ഡിസൈനുകൾ വരാറുണ്ട്. അപ്പം ഇതിനകത്തൊക്കെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു താല്പര്യങ്ങളാണ്. പലർക്കും പല രീതിയിലായിരിക്കും അതിനെപ്പറ്റി അവർക്ക് താല്പര്യം. ചിലർക്ക് ഈ ഓപ്പൺ കിച്ചൺ വേണമെന്ന് പറയുന്നുണ്ടാവും, ചിലർക്കത് താല്പര്യമില്ല, ക്ലോസ്ഡ് ആയിട്ടുള്ള കിച്ചൺ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചാണ് ഓരോന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പൺ കിച്ചൺ ആണെങ്കിൽ പലരും പറയാറുണ്ട്, അകത്ത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ സ്മെല്ല് ഡൈനിങ്ങിലേക്ക് വരാം, അല്ലെങ്കിൽ ലിവിങ് റൂമിലേക്ക് വരുമെന്നൊക്കെ ഉള്ളൊരു പ്രശ്നങ്ങൾ പറയാറുണ്ട്. അതുപോലെ ഇപ്പം ക്ലോസ്ഡ് ആയിട്ടുള്ള കിച്ചൺ ആണെങ്കിൽ ഒരു പഴയ കൺസെപ്റ്റാണ്, അകത്തോട്ട് കയറി ഡോറൊക്കെ കൊടുത്തിട്ട് ഡോറ് തുറന്നകത്തേക്ക് കയറണം, അങ്ങനെ രീതി. അപ്പോൾ അതിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഇപ്പം നമ്മൾ ഹുഡ് ആൻഡ് ഹോബ് വെക്കാറുണ്ട്, ചിമ്മിനി സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്മെല്ലിൻ്റെ ഒരളവ് വരെ കുറയ്ക്കാൻ പറ്റും. എങ്കിലും നമ്മുടെ നാടൻ ഭക്ഷണ രീതിയൊക്കെ ആകുമ്പം ഒരുപാട് ഫ്രൈ ചെയ്തുള്ള ഐറ്റംസും ഒക്കെ കേരള രീതിയിൽ ഫുഡ് നമ്മൾ കുക്ക് ചെയ്യുമ്പം അതിൻ്റേതായ ചെറിയ രീതിയിലുള്ള സ്മെല്ലൊക്കെ വരാനുള്ള സാധ്യതയും ഉണ്ട്. പക്ഷെ കാണാനുള്ള ലുക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റീരിയർ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിയുമൊക്കെ ഓപ്പൺ കിച്ചണ് നമുക്ക് ലഭിക്കാറുണ്ട്. അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞ ഈ മെറ്റീരിയൽസിൻ്റെ കാര്യമാണെങ്കിൽ, ഇപ്പോൾ ബ്രിക്ക് അല്ലെങ്കിൽ ചെങ്കല്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതിൻ്റെ അവൈലബിലിറ്റിയാണ്. നമ്മുടെ ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഏത് മെറ്റീരിയലാണ് പെട്ടെന്ന് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ചെങ്കല്ലൊക്കെ ആണെങ്കിൽ കണ്ണൂർ സൈഡിൽ അല്ലെങ്കിൽ വടക്കോട്ടൊക്കെയുള്ള ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് ചെങ്കല്ല് അവൈലബിൾ ആയിട്ടുള്ളത്.
ഇപ്പം തെക്കോട്ടുള്ള സൈഡിൽ അല്ലെങ്കിൽ കോട്ടയം, ആലപ്പുഴ അങ്ങനെയുള്ള സൈഡിലൊന്നും നമുക്ക് ചെങ്കല്ല് കിട്ടാനില്ല. പലരും അവിടുന്ന് വരുത്തി ചെയ്യാറുണ്ട്. അപ്പോൾ അവിടുന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു കല്ലിന് 115, 120 രൂപ വരെയൊക്കെ വില വരാറുണ്ട്. അപ്പോൾ നമുക്കത് അവൈലബിൾ അല്ല, നമുക്കത് അഫോർഡ് ചെയ്യാനുള്ള സാമ്പത്തികമുണ്ട്, അല്ലെങ്കിൽ അത് തന്നെ വേണം എന്നുള്ളവർക്ക് അത് ഉപയോഗിക്കാം. ഇനി അതുപോലെ ഇവിടെ നമുക്ക് കൂടുതലായിട്ടുള്ളത് സിമെൻറ്റ് ബ്രിക്കുകളാണ്. സിമെൻറ്റ് കൊണ്ടുള്ള കട്ടകൾ, അല്ലെങ്കിൽ റെഡ് ബ്രിക്ക് ആണെങ്കിലും നമുക്ക് ലോക്കലി കിട്ടാനില്ല. ഒരു ഇപ്പം തമിഴ്നാട് നിന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ഭാഗങ്ങളിൽ മാത്രമാണ് ഈ റെഡ് ബ്രിക്ക് ആണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് വരുത്തി ചെയ്യുമ്പോൾ ഇവിടെ വരുമ്പം ഒരു കട്ടയ്ക്ക് 11 രൂപ 12 രൂപയൊക്കെ വില വരാറുണ്ട്. അപ്പം കോസ്റ്റ് നമുക്ക് താങ്ങാൻ പറ്റുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. അപ്പം പലരും ഈ റെഡ് ബ്രിക്കോ അല്ലെങ്കിൽ ചെങ്കല്ലോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചൂട് കുറയും എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് മാക്സിമം ഒരു വീട് ചെയ്യുമ്പം അതിൻ്റെ ഇപ്പം പ്ലാസ്റ്റർ ചെയ്യും. ഇപ്പം ഏത് ബ്രിക്കാണെങ്കിലും നമ്മൾ അതിൻ്റെ ഇൻസൈഡും ഔട്ട് സൈഡും പ്ലാസ്റ്റർ ചെയ്യും, റൂഫ് കോൺക്രീറ്റ് ചെയ്യും. അപ്പോൾ അതെല്ലാം വരുന്നത് സിമെൻറ്റ് കൊണ്ടുള്ള മെറ്റീരിയൽ വെച്ചാണ് അതിൻ്റെ പ്ലാസ്റ്ററിങ്ങും കോൺക്രീറ്റിങ് എല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് ചൂട് കുറയുമെന്ന് പറഞ്ഞ ഒരു പരിധി കൂടുതൽ കുറയണമെന്നില്ല. നമുക്ക് അതിനകത്ത് ചൂട് കുറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീടിന് മാക്സിമം വെന്റിലേഷൻസ് കൊടുക്കുക. ഇപ്പം പലരും വലിയ വിൻഡോകളും ഡോർസുകളും ഒക്കെ കൊടുക്കുമെങ്കിലും അത് പലപ്പോഴും ക്ലോസ്ഡ് ആയിട്ടായിരിക്കും ഇട്ടിരിക്കുന്നത്, എപ്പോഴും അത് തുറന്നിടത്തില്ല. അപ്പോൾ നമ്മൾ തുറന്നിടുക, അതിൻ്റെ ക്രോസ് വെന്റിലേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ചൂട് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ പ്ലോട്ടിനുള്ളിൽ മരങ്ങൾ അല്ലെങ്കിൽ ചുറ്റുപാടും തണലിനുള്ള സൗകര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ വീടിന് ഒരു പച്ചപ്പുണ്ടെങ്കിൽ തന്നെ ആ വീടിനകത്ത് കുറച്ചൊരു തണുപ്പ് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള മെറ്റീരിയൽ, ഇപ്പം വിൻഡോസിൻ്റെ കാര്യം പറഞ്ഞു തന്നെ നമ്മളിപ്പം WPC തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ വുഡ് തിരഞ്ഞെടുക്കുന്നു. അപ്പം പലരും വുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് തൊട്ടേ ഉപയോഗിച്ച് വരുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് പലർക്കും വുഡ് തന്നെ വേണം, ഇപ്പോൾ ഡോർസിനും വിൻഡോസിനും ഒക്കെ വുഡിൽ തന്നെ ചെയ്യണമെന്ന് പലരും നിർബന്ധം പിടിക്കാറുള്ളത്. പക്ഷേ അത് ഇപ്പോഴത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റിയാണ്. നല്ല തടികൾ കിട്ടാനില്ല, അല്ലെങ്കിൽ അത് സീസൺ ചെയ്ത് നല്ല രീതിയിൽ പണിതെടുക്കുന്ന പണിക്കാരില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം വുഡ് പലപ്പോഴും നമുക്ക് ചിലവ് കൂടും, അല്ലെങ്കിൽ കിട്ടാൻ അവൈലബിലിറ്റിയുടെ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അതിനെ മറികടക്കാനായിട്ട് ബദലായിട്ട് പല മെറ്റീരിയലുണ്ട്. ഇപ്പം സ്റ്റീൽ ഡോർസ് വിൻഡോസ് ഉപയോഗിക്കാം. അതൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെറ്റീരിയലാണ്. അതുപോലെ WPC അതാണെങ്കിൽ നമുക്ക് ചെതൽ വരത്തില്ല, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഇപ്പം തീ പിടിക്കത്തില്ല, അല്ലെങ്കിൽ മറ്റേ മരത്തിൻ്റെ പോലെ വളവോ അല്ലെങ്കിൽ അടയ്ക്കാനുള്ള പ്രശ്നങ്ങളോ അതിൻ്റെ ശ്രിങ്കേജ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരത്തില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിന് പോസിറ്റീവായിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റീലാണെങ്കിൽ നമുക്ക് ചെതൽ വരത്തില്ല, അല്ലെങ്കിൽ അത് മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അടയ്ക്കാൻ തുറക്കാനുള്ള പ്രശ്നങ്ങളോ ഒന്നും വരത്തില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ പുതിയ ഇന്നോവേറ്റീവായിട്ടുള്ള ഓരോ ഐഡിയാസ് വരുമ്പോൾ അതനുസരിച്ച് നമ്മുടെ സാഹചര്യങ്ങളും മെറ്റീരിയൽ സ്പെസിഫിക്കേഷനും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഒരു കാലത്ത് നമുക്ക് വീടുകൾക്ക് ഇപ്പം നമുക്ക് മൺകട്ട കൊണ്ട് പണിയാറുണ്ട്, അല്ലെങ്കിൽ ഓല മേഞ്ഞ വീടുകളുണ്ടായിരുന്നു, അല്ലെങ്കിൽ കുമ്മായം തേക്കുന്ന വീടുകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി നമ്മൾ സിമെൻറ്റിലേക്കും കോൺക്രീറ്റിലേക്കും ഒക്കെ മാറി. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ പല രീതിയിലുള്ള മെറ്റീരിയൽസിലേക്ക് മാറും. നമ്മളതിന് പൂർണ്ണമായിട്ട് അത് അംഗീകരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അത് വേണ്ട, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിനകത്ത് തെറ്റാണെന്നോ പറയുന്നില്ല. ഇപ്പം നമ്മൾ കോറി മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കുന്നത്, ഇപ്പം മെറ്റൽ, സാൻഡ്, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് പാറ പൊട്ടിച്ചോ അല്ലെങ്കിൽ കോറി മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അവൈലബിലിറ്റി കുറഞ്ഞു വരികയാണ്. അപ്പോൾ നമുക്ക് അതിന് ബദലായിട്ട് ഇപ്പം മൺകട്ടകൾ ഇറങ്ങാറുണ്ട്, മഡ് ബ്രിക്കുകൾ. അപ്പോൾ അങ്ങനെയുള്ള കട്ടകൾ ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി നോക്കണം. പലയിടത്തും നല്ല മെറ്റീരിയലുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, മൺകട്ടകൾ തന്നെ മഡ് ബ്രിക്ക് ചെയ്തു കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നോക്കി മേടിക്കുക എന്നുള്ളതാണ്. നമ്മൾ പല സൈറ്റിലും അത് ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ നല്ല മണ്ണ് കൊണ്ടാണോ, അതിനകത്ത് ഉപയോഗിക്കുന്ന സിമെൻറ്റ് ആ പെർസെൻറ്റേജ് അനുസരിച്ചാണോ ഇടുന്നത്, അല്ലെങ്കിൽ അതിൽ കൊടുക്കുന്ന ലോഡ് കറക്റ്റായിട്ട് കൊടുത്ത് കംപ്രസ് ചെയ്താണോ ഉണ്ടാക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള അത് പൊട്ടുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ എഡ്ജ്. അപ്പോൾ നമ്മൾ സൈറ്റിൽ കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ആ കട്ടയുടെ ക്വാളിറ്റി. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസ് നോക്കി അത് ഉപയോഗിക്കാം. അപ്പോൾ അത് പൂർണ്ണമായിട്ട് അത് ഉപയോഗിക്കാൻ കൊള്ളാത്തതാണെന്നോ അല്ലെങ്കിൽ അതുകൊണ്ട് അത് വീട് നശിച്ചു പോകുമെന്നൊന്നുമില്ല. നമുക്ക് മാറുന്ന സാഹചര്യം അനുസരിച്ചും ഇപ്പോൾ നമ്മുടെ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി, അതിൻ്റെ വില ഒക്കെ അനുസരിച്ച് നമുക്കത് ഉപയോഗിക്കുന്നതിന് തെറ്റില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ നമുക്ക് 8x4 സൈസിലുള്ള ഒരു മഡ് ബ്രിക്ക് വേണമെങ്കിൽ നമ്മൾ 39-40 രൂപയാണ് അതിൻ്റെ വില വരുന്നത്. ഇപ്പോൾ സിമെൻറ്റ് കട്ടയാണെങ്കിൽ 41, 1 രൂപ 2 രൂപ അതിന് വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ ചെങ്കല്ലാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒരു 100 രൂപ 115 രൂപയൊക്കെ അതിന് വില വരുന്നുണ്ട്. ഇഷ്ടികയാണെങ്കിൽ ഈ സിമെൻറ്റ് കട്ടയ്ക്ക് പകരം ഒരു 6-7 കട്ടയുടെ അളവ് വേണ്ടി വരും ഇപ്പം ഇഷ്ടികയാണെങ്കിൽ. അപ്പോൾ അത് ഒരു കട്ടയ്ക്ക് 11 രൂപ 12 രൂപ വില ഉണ്ടെങ്കിൽ ഒരു 6 കട്ടയാകുമ്പം അതനുസരിച്ച് ആ കട്ടയ്ക്ക് വില വ്യത്യാസം വരും. പിന്നെ അതിനകത്ത് വരുന്ന ജോയിൻസിലെല്ലാം ഫില്ല് ചെയ്യാനുള്ള സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി, സിമെൻറ്റ് മോട്ടാറിൻ്റെ ക്വാണ്ടിറ്റി കൂടും. അപ്പോൾ ഇഷ്ടിക കിട്ടുമ്പം ഈ സിമെൻറ്റ് കട്ട കിട്ടുന്നതിലും ചിലവ് കൂടുതലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയായിരിക്കണം നമ്മൾ മെറ്റീരിയൽ തിരഞ്ഞെടുക്കാനായിട്ട്. നമുക്ക് ഇപ്പം കോസ്റ്റ് കുറച്ച് ബഡ്ജറ്റ് ഹോമായിട്ടൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഒരു പക്ഷെങ്കിൽ കുറഞ്ഞ രീതിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാം. അപ്പോൾ കുറഞ്ഞ രീതി എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും വീട് നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് സ്ട്രക്ചറലി നമുക്ക് ആ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി കുറയ്ക്കാനായിട്ട് പറ്റില്ല. ഇപ്പം സിമെൻറ്റ്, സ്റ്റീല്, അല്ലെങ്കിൽ മെറ്റൽ, മണൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കുറഞ്ഞതെന്ന് പറയാൻ പറ്റില്ല. അതെല്ലാം നമുക്ക്
ആവറേജ് ഇപ്പം ബഡ്ജറ്റ് കൂടിയ വീടിനാണെങ്കിലും കുറഞ്ഞ വീടിനാണെങ്കിലും അതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റിയും അളവും എല്ലാം സെയിം തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ 1000 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു ബഡ്ജറ്റ് വീട് ചെയ്യുന്നതും 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു പ്രീമിയം വീട് ചെയ്യുന്നതും അതിൻ്റെ സ്ട്രക്ചറൽ കോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ആ വീട് നിൽക്കില്ലല്ലോ. അതിൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം, അതിൻ്റെ റൂഫ് കോൺക്രീറ്റ് ചെയ്യണം, അതിൻ്റെ പ്ലാസ്റ്ററിങ് ചെയ്യണം. അതെല്ലാം നമ്മൾ ആ ഒരു ക്വാളിറ്റിയും ആ ക്വാണ്ടിറ്റിയും മെയിൻറ്റെയിൻ ചെയ്തായിരിക്കണം അത് ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് ബഡ്ജറ്റ് കുറയ്ക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞത് നമ്മളതിൻ്റെ ഇപ്പം ടൈലിങ്, ഇപ്പം നമുക്ക് കുറഞ്ഞ വിലയുള്ള ടൈൽസ് ഉപയോഗിക്കാം. ഈ പറഞ്ഞതുപോലെ ഡോർസ് വിൻഡോസൊക്കെ നമുക്ക് വുഡോ ഉപയോഗിക്കുന്നവരെ സ്റ്റീൽ കുറച്ചും കൂടെ കുറഞ്ഞ മെറ്റീരിയലാണ്, അല്ലെങ്കിൽ കോൺക്രീറ്റ് കട്ടളകളും ജനലുകളും ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റേതായ ബഡ്ജറ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്കിലും നമുക്ക് അതിൻ്റെ ക്വാളിറ്റിയിൽ സ്ട്രക്ചറലി വരുന്ന കാര്യങ്ങൾ ഒരിക്കലും കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ സിമെൻറ്റ് കുറച്ചതുകൊണ്ടോ അല്ല കമ്പിയുടെ എണ്ണം കുറച്ചതുകൊണ്ടോ അതിനകത്ത് സ്ട്രക്ചറലി നമുക്ക് സേഫായി വീട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് റേറ്റ് കുറച്ചു എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു 500 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള ചെറിയ വീടുകൾ, ഇപ്പോൾ ലൈഫ് മിഷൻ്റെ പോലെയുള്ള ചെറിയ വീടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ട്രക്ചറലി കോസ്റ്റ് കുറയ്ക്കാം. അപ്പോൾ അത് ചെറിയ റൂമുകളായതുകൊണ്ട് അതിനകത്ത് ഇപ്പോൾ നമുക്ക് കോളത്തിൻ്റെയോ അല്ലെങ്കിൽ പ്ലിന്ത് ബീമിൻ്റെയോ ഒക്കെ അതിനകത്ത് കമ്പിയുടെ എണ്ണം കുറയ്ക്കാം, അല്ലെങ്കിൽ സൈസ് കുറയ്ക്കാനും ഒക്കെ പറ്റും. അതുപോലെ അതിൻ്റെ മുകളിലേക്ക് വരുന്ന റൂഫിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അനാവശ്യമായ ഷെയ്ഡുകളോ അല്ലെങ്കിൽ സ്ലോപ്പ് റൂഫുകളോ ഒക്കെ ചെയ്യാതെ ഫ്ലാറ്റ് റൂഫായിട്ട് ചെയ്ത് അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ 1000 സ്ക്വയർ ഫീറ്റ് കൂടുതലോ അല്ലെങ്കിൽ കുറച്ചും കൂടെ കൂടിയ ഏരിയ ഉള്ള വീടുകളൊക്കെ ആണെങ്കിൽ ഒരിക്കലും നമുക്കതിൻ്റെ സ്ട്രക്ചറലി കുറഞ്ഞ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ആ രീതിയിലോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് സ്ലോപ്പ് റൂഫൊക്കെ വരികയാണെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ കോസ്റ്റ് കൂടും. ഇപ്പോൾ ഫ്ലാറ്റ് റൂഫായിട്ട് ചെയ്യുന്നതിലും കൂടുതൽ ബഡ്ജറ്റ് കൂടും. ഇപ്പോൾ അതിൻ്റെ മുകളിൽ ട്രസ് വർക്ക് ചെയ്ത് ഓടിടണം. അങ്ങനെയൊക്കെ വരുമ്പം അതിൻ്റെ സ്ട്രക്ചറലി വരുന്ന കാര്യങ്ങളും അതിനകത്ത് ബഡ്ജറ്റ് കൂടുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു പ്ലോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ, നമ്മളൊരു വീട് വെക്കാനായിട്ട് പ്ലോട്ട് തിരഞ്ഞെടുക്കുമ്പം നമുക്ക് താഴ്ന്ന പ്ലോട്ടുകളോ അല്ലെങ്കിൽ ഒരുപാട് മണ്ണ് ഫില്ല് ചെയ്യേണ്ടതോ ഒക്കെയുള്ള സാഹചര്യങ്ങളാണെങ്കിൽ നമുക്ക് ആ പ്ലോട്ട് ഉയർത്തിക്കൊണ്ട് വരുന്നതിനായിട്ടുള്ള ചിലവ് വരും. അതിൻ്റെ ചുറ്റും റീറ്റൈനിങ് വോളുകൾ ചെയ്യേണ്ടതായിട്ട് ചിലവ് വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റേതായ ബഡ്ജറ്റ് നമുക്ക് അധികമായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ സമയത്ത് അല്ലെങ്കിൽ എപ്പോൾ വീട് പണിതാലും നമുക്ക് ആ ഒരു ബഡ്ജറ്റ് പലരും കാൽക്കുലേറ്റ് ചെയ്യാറ്. നമ്മൾ ആ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഏരിയ മാത്രം കൂട്ടി അതിൻ്റെ ബഡ്ജറ്റ് മാത്രമാണ് കൂട്ടുന്നത്. ഇപ്പം നമ്മൾ ആ പറമ്പിനുള്ളിൽ തന്നെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ കിണർ കുഴിക്കണം, അല്ലെങ്കിൽ കോമ്പൗണ്ട് വാൾ ചെയ്യണം, ഇലക്ട്രിസിറ്റി അടുത്തില്ലെങ്കിൽ അതിന് പോസ്റ്റിട്ട് ഇലക്ട്രിക് കണക്ഷൻ എടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്തൊക്കെ ഇതൊക്കെ നമുക്ക് ബഡ്ജറ്റ് കൂടി വരുന്ന എക്സ്ട്രാ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതും കൂടെ ഒക്കെ ശ്രദ്ധിച്ചായിരിക്കണം നമുക്ക് വീട് പണി ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുന്ന കാര്യങ്ങൾ, പെർമിറ്റ് എടുക്കുന്ന സമയത്ത് ഇപ്പം ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ റോഡിൽ നിന്നുള്ള അകലം പാലിക്കണം, അതിരിൽ നിന്നുള്ള അകലം പാലിക്കണം, ഇനി സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിൽ അകലം എത്ര ആയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരിക്കണം നമുക്ക് വീട് നിർമ്മിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ ബിൽഡിംഗ് റൂളുമായിട്ട് സംബന്ധിച്ച് നമ്മളൊരു പ്രാഥമികമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടു നോക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ബിൽഡിംഗ് റൂളുമായിട്ട് സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, നമ്മളിപ്പം ഒരു വീട് നിർമ്മിക്കാൻ പോകുമ്പം അതിനകത്ത് ഒരുപാട് നൂലാമാലകളുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണം, കോൺട്രാക്ടറെ കണ്ടുപിടിക്കണം, മെറ്റീരിയൽസ് സെലക്ട് ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങൾ. അപ്പം പലരും ചോദിക്കും നമുക്കൊരു വീട് വാങ്ങിയാൽ എന്താണെന്ന് തോന്നും. അപ്പോൾ നമുക്ക് പൈസ കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ പുറകെ നടക്കണം. നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വാങ്ങിയാൽ ഒരുപാട് പേര് ബിൽഡേഴ്സ് വെച്ച് കൊടുക്കുന്നു, വീട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞത് നമ്മുടെ ഒന്നാമത്തെ കാര്യം നമ്മുടെ ബഡ്ജറ്റാണ്. രണ്ടാമത് ഒറ്റയടിക്ക് നമുക്ക് അത്രയും പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ കാര്യം നമ്മുടെ ഒരു പ്ലാനിലുള്ള വീടായിരിക്കണമെന്നില്ല, നമ്മൾ പല കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഒരു 3 ബെഡ്റൂമുള്ള വീടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു 3 ബെഡ്റൂം ആയിരിക്കാം, പക്ഷേ അതിനകത്ത് ഈ 3ലും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കാണണമെന്നില്ല. ഇനി അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ലിവിങ്, ഡൈനിങ് അല്ലെങ്കിൽ കിച്ചണ്, വർക്ക് ഏരിയ, അങ്ങനെയുള്ള പ്ലാനുകളൊക്കെ പലപ്പോഴും നമ്മുടെ ഒരു ഐഡിയയ്ക്ക് ഉള്ളതായിരിക്കണമെന്നില്ല. ഇനിയും പ്രത്യേകിച്ച് വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നവരാണെങ്കിൽ ഇപ്പം വാസ്തു ചെയ്തിട്ടുള്ള വീടുകളാണോ, ഇനിയും അങ്ങനെയുള്ള കാര്യങ്ങൾ കൺസൾട്ട് ചെയ്തിട്ടാണോ ഇവർ ചെയ്തത്, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇനി അതല്ല നമ്മളതിൻ്റെ പുറമേ കാണുന്ന ഭംഗി കണ്ടായിരിക്കും ആ വീട് ഇഷ്ടപ്പെടുന്നത്. ഇനി അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സിമെൻറ്റ് ഏതാണ്, അതിൻ്റെ ഫൗണ്ടേഷൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറലി സ്റ്റെബിലിറ്റിയെ പറ്റി നമുക്കറിയില്ല. അപ്പോൾ അത് മണ്ണ് ഫില്ല് ചെയ്തെടുത്ത പ്ലോട്ടാണോ, ഇനിയും മറ്റുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് ആ വീടിൻ്റെ കാര്യങ്ങൾ പുറമേ കാണുന്ന ഭംഗി മാത്രം കണ്ടുകൊണ്ട് നമുക്ക് ആ വീട് വാങ്ങിയാൽ അത് ശരിയാകണമെന്നില്ല. അപ്പം ആ വീട് വാങ്ങുമ്പോഴുള്ള പ്രശ്നങ്ങൾ അതൊക്കെയാണ്. അതുപോലെ നമ്മൾ ഇപ്പം അടുത്തുള്ള ഇപ്പം പലരും ആ റോഡിൻ്റെ സൗകര്യം, ഇനി സ്കൂള് അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് അല്ല റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെയൊക്കെ അടുത്തുള്ള സാഹചര്യങ്ങളൊക്കെ നോക്കിയായിരിക്കും നമ്മൾ ആ വീട് സെലക്ട് ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ച് നമ്മൾ നോക്കുമ്പം വീടിൻ്റെ കാര്യത്തിൽ ചിലപ്പം പല പ്ലാനിലും പല കാര്യങ്ങളിലൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് വാങ്ങുന്ന കാര്യത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു പ്ലോട്ട് വാങ്ങി അതിൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ രീതിയിലുള്ള പ്ലാൻ വരച്ച് നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ വേണം. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ ഓപ്പൺ കിച്ചൺ വേണം, അല്ലെങ്കിൽ ഓപ്പൺ കോർട്ട്യാർഡ് വേണം, അല്ലെങ്കിൽ അതിനകത്ത് ലിവിങ് റൂം ഇന്ന സൈസിലായിരിക്കണം, അല്ലെങ്കിൽ മാസ്റ്റർ ബെഡ്റൂം ഇത്ര സൈസ്, അതിനകത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വേണം, ഡ്രസ്സിംഗ് റൂം വേണം, അങ്ങനെ പല ഇഷ്ടങ്ങൾ പലർക്കും കാണും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചായിരിക്കണം നമ്മൾ ആ വീടിൻ്റെ പ്ലാൻ വരച്ച് അതിനനുസരിച്ച് അത് പണിത്
നമ്മൾ താമസിക്കുമ്പോഴുള്ള ഒരു സന്തോഷവും അല്ല അതിനനുസരിച്ച് നമ്മൾ ആ വീട്ടിൽ വീട് നമ്മുടെ സ്വന്തമാകുമ്പോഴുള്ളൊരു സന്തോഷം നമുക്കൊരു പക്ഷേ വാങ്ങിക്കുമ്പോൾ കിട്ടണമെന്നില്ല. വാങ്ങിക്കുന്നത് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കോംപ്രമൈസ് ചെയ്തായിരിക്കും അത് വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പൊതുവായിട്ട് നമ്മൾ പറഞ്ഞത് ഈ വർഷത്തിൽ ഇപ്പോൾ ഒരു 2025 നമ്മളൊരു വീട് നിർമ്മാണവുമായിട്ടോ അല്ലെങ്കിൽ ഒരു വീട് വാങ്ങാനോ ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ പൊതുവേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മറ്റ് വീടുകളോ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നതോ കണ്ടിട്ട് അതിനനുകരിക്കാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് അനുകരിച്ചാൽ എത്രമാത്രം ശരിയാകും, നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചാണോ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സിമെൻറ്റിൻ്റെ ഇപ്പോൾ നിസ്സാരമായിട്ടൊരു കാര്യം ചോദിച്ചാൽ ഒരു സിമെൻറ്റിൻ്റെ വില എത്രയാണെന്ന് പോലും പലർക്കും അറിയത്തില്ല. ഇപ്പോൾ ഒരു സിമെൻറ്റിന് 330 രൂപ തൊട്ട് 340 രൂപ വരെയൊക്കെ സിമെൻറ്റ് ബാഗിന് വിലയുണ്ട്. ഇനി കമ്പിക്കാണെങ്കിൽ 66 രൂപ 67 രൂപ കിലോയ്ക്ക് വിലയുണ്ട്. ഒരു വീട് നിർമ്മിക്കാൻ പോകുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തൊട്ട് നമ്മൾ അറിഞ്ഞായിരിക്കണം നമ്മൾ ആ വീട് നിർമ്മാണത്തിനായിട്ട് ഇറങ്ങാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകൾ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു സ്ട്രക്ചറലി വരുന്ന കാര്യങ്ങൾ, അതിൻ്റെ കോസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.